ചുമ്മാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. 2-3 ഇന്നോവയില് വീട്ടിന്റെ താഴെ ആളുകൾ നടക്കുന്നു. അറ്റംപ്റ്റ് മനഃപൂർവ്വം കുറച്ച് ക്ലിപ്സും കാരണം പുറത്ത് വിടാത്തതാണ്. സെന്നാരി കേട്ടത് ഇവർ രണ്ടുപേരും എന്നെ വിളിച്ചു വരുത്തി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുഴപ്പിച്ചതാണ്. അപ്പൊ ആ ഒരു കടയിൽ നിന്ന് ഇറങ്ങിയപ്പോ 4 ലക്ഷം രൂപ പറ്റിച്ചെന്ന രീതിയിൽ അവൾ ഇട്ടു. ഞാൻ എവിടെയാണ് 4 ലക്ഷം രൂപ പറ്റിച്ചത്, നീയൊക്കെ അവർക്ക് ചേസ് കട്ട് ചെയ്ത വണ്ടിയിലടാ കൊടുത്തത്. കുറച്ച് സെന്റിമെന്റ് കാർഡ് ഇറക്കാൻ നോക്കി, പക്ഷെ അത് വേറ്റില്ല. കാരണം അതിൽ പറയുന്നുണ്ട് എന്റെ പോയി വായിൽ പറഞ്ഞിട്ടോണ്ടിരിക്കാൻ കസ്റ്റമർ പോയി ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതിൽ അവളെ എന്തോ കൊച്ചിക്കാരിലെന്തോ പ്രോഫ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സ്പെല്ലിംഗ് കണ്ട് അറിയാൻ പറ്റില്ല ആരാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തതെന്ന്. പിന്നെ ഒരു കമന്റ് ഇടുന്നതെന്ന് ഒരിക്കലും ഒരു പ്രൂഫ് അല്ല, ഞാൻ കാണിച്ചതാണ് പ്രൂഫ് വിത്ത് CCTV വിഷ്വൽസ്. അതിപ്പോ ഒരു ബാക്കിലെ സ്ക്രീനിൽ പ്ലേ ആവുന്ന നിങ്ങൾ കണ്ടു കാണും എന്തായാലും. അപ്പൊ ആ ഒരു ഇന്നോവ ക്രിസ്റ്റ ചേസ് വെൽഡ് ചെയ്ത് കൊടുത്ത് പറ്റുന്ന രീതിയിൽ സെന്റിമെന്റ് കാർഡൊക്കെ ഇറക്കാൻ നോക്കിയായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ അതിന്റെ ഓണറിന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ എന്റെ ചോദിച്ചു, എനിക്ക് കാറിനെ പറ്റി വല്ലത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പൊ ചേസ് വെൽഡ് ചെയ്ത വണ്ടി എങ്ങനെയാണ് ഒരു RTO പേര് മാറി കൊടുക്കുന്നത്? അല്ല, അതില് കുറെ കാര്യങ്ങളുണ്ട്. അത് ഇനി ചിലപ്പോ ലീഗലി പേപ്പർ മൂവ് ചെയ്തിട്ട്, പിന്നെ ഈ ക്രിസ്റ്റയെ സംബന്ധിച്ചിടത്തോളം അത് വാറന്റി പെൻഡിങ് ഉള്ള വണ്ടിയായിരുന്നു. അപ്പൊ അതെന്തായാലും അതുമല്ല, ക്രിസ്റ്റയൊക്കെ കൊണ്ട് കിടക്കുന്ന ഒരു കസ്റ്റമർ ഇത്രയും ഒരു സ്കാമിലൊക്കെ പോയി പെടുവെന്ന് ചോദിച്ചാൽ അത് ഒരു അല്ല, കസ്റ്റമർ അല്ല. കാരണം ആ ഒരു കടയിൽ നിന്ന് ഈ ഒരു കസ്റ്റമർ ഇവരുടെ ചേർന്നാണ് വാങ്ങിച്ചത്. അതിനുശേഷം ഇങ്ങനെ ഒരു ചേസ് വെൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് 4 ലക്ഷം രൂപ കൊടുത്തില്ല, പറ്റിച്ച്. അപ്പൊ അതിന്റെ ഓണർ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ RTOs വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പേര് മാറി എന്ന് പറഞ്ഞു. പക്ഷെ എവിടെയെങ്കിലും ഒരു പ്രൂഫ് കിടക്കണം. ഈ ഒരു വണ്ടി പേര് മാറാൻ വേണ്ടി എന്തൊക്കെയോ പേപ്പേഴ്സ് 3-4 മെയിൻ പേപ്പേഴ്സ് ആണല്ലോ. ആ ഒരു പേപ്പർ ഇയാള് ആ ഓണറിന് കൊടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പൊ ഓഫീസിൽ ആ 3 പേപ്പറുണ്ട്. അപ്പൊ ഒരു ചോദ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 പേരെന്ന് എനിക്കറിയില്ല, ഞാൻ അതിനെ പറ്റി പറഞ്ഞു നോക്കാൻ താല്പര്യമില്ല. ആ പേപ്പർ ഇല്ലാതെ ഇവർ എങ്ങനെയായ വണ്ടി പേര് മാറിയെടുത്ത്? അപ്പൊ അതിന്റെ കേസ് ഇപ്പൊ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് MVD ഓഫീസിൽ. കാരണം അതിൽ എന്തെങ്കിലും ഒരു സ്കാം ചെയ്യാതെ കള്ളൊപ്പം ഇടാതെ എങ്ങനെയാ പേപ്പർ അല്ലാതെ ആ ഒരു പേപ്പർ കൊടുക്കാതെ? അത് ആ ചേട്ടൻ ഞാൻ പറഞ്ഞതിന് ശേഷം അത് ശ്രദ്ധിച്ചത് തന്നെ. പിന്നെ ഞാൻ ഒരു മാസമായിട്ട് കേസ് നടക്കുന്നുണ്ടെന്ന രീതിയിൽ കൊച്ചിക്കാരി വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആ ഓണർ ആ കോടതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് സൈറ്റിൽ കയറി ഒരു ക്ലിപ്പ് അയച്ചിരുന്നു. കാരണം ക്ലിപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് എന്റെ വീഡിയോയിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. ആ ഒരു കേസ് കഴിഞ്ഞ മാസമേ ഡിസ്മിസ് ആയ കേസാണ്. അതിനെപ്പറ്റിയാണ് ഇപ്പോഴും ചേച്ചി പറഞ്ഞോണ്ടിരിക്കുന്നത്. ചിലപ്പോ ചേച്ചിനെ പറ്റിച്ചായിരിക്കും, അല്ലെങ്കിൽ ചേച്ചി ചുമ്മാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അവര് തന്നെ പോവാത്തോണ്ട് കേസ് തള്ളിപ്പോയി. കേസ് കൊടുത്തവര് തന്നെ. അപ്പൊ അവരെ എന്തായാലും പൈസ വാങ്ങിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ ലീഗായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള സ്ക്രിപ്റ്റ് ഒന്നും അത്ര വർക്ക് ആവുന്നില്ലെന്ന് തോന്നുന്നു അവരെ ക്യാമറ വേണ്ട. കാരണം ഒരു ബ്ലണ്ടർ രീതിയിലാണ് പോകുന്നത്. പ്രൂഫ് ഒന്നും ഇല്ലെങ്കിൽ ചുമ്മാ തള്ളി. പിന്നെ അവസാനം ഇറക്കിയ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മർഡർ അറ്റംപ്റ്റ് എന്നെ തട്ടിക്കളി എന്ന് പറഞ്ഞേക്കുകയാണ്. ബ്ലാക്ക് മണി, ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയാണ് സ്മഗ്ലിങ്, പിന്നെ എന്തൊക്കെയാ പറഞ്ഞായിരുന്നു. എനിക്കല്ല അവര്, ഞാൻ അവരോട് എന്താ കഴിഞ്ഞാൽ പെടും, നീ നോക്കി നിന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ബ്ലാക്ക് മണി ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. അതിന് നിങ്ങൾക്ക് ബ്ലാക്ക് മണി പരിപാടി ഉണ്ടോ? നെക്സ്റ്റ് വീഡിയോയിൽ ഫുള്ള് ബ്ലാക്ക് മണിയുടെ പരിപാടിയാണ്. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് അത് പറയും ഇവിടെ ബ്ലാക്ക് മണി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ബ്ലാക്ക് മണിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് പണി കിട്ടി, കാരണം അവര് ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. തെളിവില്ല പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കേസും കൊടുക്കാൻ പറ്റും. അതിന്റെ പേര് കേസും കൊടുത്തു. പിന്നെ വേറെ എന്തോ പറഞ്ഞായിരുന്നു, മർഡർ അറ്റംപ്റ്റ്. ഒരു 2-3 ഇന്നോവയില് വീട്ടിന്റെ താഴെ ആളുകൾ നടക്കുന്നു, ഭീഷണി, നമ്മൾ അടിക്കാൻ വന്നൊക്കെ പറഞ്ഞ രീതിയിൽ. പക്ഷെ അതിന്റെ താഴെ ഫുള്ള് ഊക്കാണ്. ഞാൻ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, നീ 4 മാസം മുമ്പ് ഇട്ടുള്ള വീഡിയോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചിലപ്പോ AI വെച്ച് ഉണ്ടാക്കിയായിരിക്കും അല്ലേണ്ണ? ഈ മാസം അറ്റാക്ക് ചെയ്യുന്ന മുമ്പേ കണ്ടുപിടിച്ച് AI സെറ്റ് ചെയ്തായിരിക്കും. പക്ഷെ ഈ ഒരു CCTV വിഷ്വൽസിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, മിക്കവാറും നാളെ വന്ന് ഇത് AI ആണെന്ന് പറയുന്നു. പക്ഷെ ബ്ലാക്ക് മണി, സ്മഗ്ലിങ്, അധോലോകം ഒന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പൊ അതിന് ജസ്റ്റിഫൈ ചെയ്ത് ആസിഫ് അണ്ണനാണ് ആ ഒരു അധോലോകം എന്ന് പറയുന്നത്. ആ ചേട്ടൻ പുതിയ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നോക്കിക്കാൻ ഞാൻ കാര്യം മനസ്സിലാവും. ഞാൻ അധോലോകം ആയിരുന്നെങ്കിൽ കൊച്ചി പോയി അടി കൊടുത്ത് വിട്ടേനെ. അല്ല, ഇവ ഇത് കഷ്ടപ്പെട്ട് യൂട്യൂബ് ചെയ്യേണ്ട ആവശ്യം ശരിയാണ്. അധോലോകം ഉള്ള എനിക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം? ഞാൻ അധോലോകം വരുന്നെങ്കിൽ പറഞ്ഞതിന്റെ പിറ്റേന്ന് ഞാൻ ഒരു 10 വിജി ഇറക്കി എന്റെ വീടിന്റെ ഫ്രണ്ട് ഇട്ട് വീഡിയോ ഞാൻ ഇട്ടേ, ചുമ്മാ ഇട്ടേ, ഇത് നീ എടുത്തു ഞാൻ കൊടുത്തേനെ. അപ്പൊ അധോലോകം കാര്യങ്ങളൊന്നുമല്ല. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് വെച്ചിട്ടുണ്ട്. അധോലോകം രാജകുമാർ എന്നെ കാണിക്കുന്നത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞാൻ ഒരു സ്കില്ലുള്ള പയ്യന്മാരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്ത് അത് കൊള്ളാവുമെന്ന് എനിക്കറിയാം. പിന്നെ വിക്ടിം കാർഡ് ഇറക്കി, അത് ഏറ്റില്ല. പിന്നെ വേറെ എന്തൊക്കെ കാർഡ് ഇറക്കി. അവസാനം വീണ്ടും ഇറക്കി നോക്കി. എന്തോന്നായിരുന്നു, ഞാൻ ഒരു ഫീമെയിൽ 10,000 രൂപയ്ക്ക് 100 പേർക്കോ അങ്ങനെ 100 പേർക്ക് കൂപ്പൺ. പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആരെങ്കിലും വാങ്ങിക്കോ? എന്ത് റിസ്ക് നല്ല ലോട്ടറി എടുത്ത പൈസ. എന്നിട്ട് അതില് പറയുന്നുണ്ട് 10,000 രൂപ എടുക്കാനില്ലാത്തവർ എന്തിനാണ് പേജ് എടുക്കുന്നതെന്ന്. അതിന് 2 ദിവസം മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. 0 ഡൗൺ പേയ്മെന്റിൽ ഡസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പൊ ഈ മാക്സിമം അപ്പൊ ഇതെന്താണ് ഈ ഇൻഷുർ നമ്മൾ അതായത് ഇപ്പൊ നമുക്ക് ലോണിന്റെ സെറ്റപ്പ് എല്ലാം ഇവര് തന്നെ ചെയ്തു കൊടുക്കും. ഇവർക്ക് കൂടുതൽ ലോണ് പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യം. കാരണം ഇപ്പൊ തന്നെ ഈ ചെറിയ ഉടായ്പ സെറ്റപ്പിൽ EMI കൊടുത്തു കഴിഞ്ഞാൽ ലോൺ എടുക്കുന്ന ലോൺ കമ്പനിക്കാർ ചിലപ്പോൾ ഇവർക്ക് കമ്മീഷൻ കൊടുക്കൊണ്ടായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും എടുക്കുന്നത്. ഈ ബൈക്കിന്റെ ചെലവുമാർ ഇപ്പൊ ഒരു 1.40 ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് അടച്ചു വരുമ്പോഴത്തേക്ക് പുതിയ വണ്ടി എടുക്കുന്ന പൈസ ആവും. ഏകദേശം അത്രയാവും. അതിന് ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. എപ്പോഴും പ്രൊമോട്ട് ചെയ്യാം. സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി 5,000 രൂപയ്ക്ക് വണ്ടി. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാക്സിമം വണ്ടി എടുക്കാം. ഞാൻ അതിനെ പറ്റി കളിയാക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡൗൺ പേയ്മെന്റ് ഇല്ലാതൊക്കെ എടുക്കുന്നത് ഇതാണ് കറക്റ്റ് അടക്കാമെങ്കിൽ ചിലത് അല്ല ഇപ്പൊ ഒരു 10,000 ഡൗൺ പേയ്മെന്റിൽ ഒരു RC 390 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എത്ര രൂപ അടയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ ഊഹിക്കേണ്ടല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരു 1000 പുറത്ത് ഇപ്പൊ 10,000 രൂപയ്ക്ക് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മോന്റെ അടുത്ത് മോനേടാ ഒരു 10,000 രൂപയ്ക്ക് വണ്ടി ഉണ്ട്, അവൻ എടുക്കൂലേ? എടുത്തു കഴിഞ്ഞാൽ അടച്ചു വരുമ്പോ പണി കിട്ടും. അതിന്റെ പെട്രോൾ എക്സ്പെൻസ് ഒരു കാര്യം അതാണ് പറഞ്ഞത്. നമുക്ക് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ ഈ ലോൺ എടുക്കുന്ന കമ്പനിയിൽ നല്ല കമ്പനീസും ഉണ്ട് യഥാർത്ഥം. അതായത് നല്ല കമ്പനീസ് എന്നല്ല, അവരെ ലാഭം ഉണ്ടായില്ല ഇല്ലെന്നല്ല. ഈ ലോ ഡൗൺ പേയ്മെന്റിലുള്ള എല്ലാം ഒരുപാട് പൈസ അടയ്ക്കുന്നു. അടച്ചു വരുമ്പോഴത്തേക്ക് ആയിരിക്കും. അത് ഏത് കമ്പനി ആയാലും 10,000 രൂപയ്ക്ക് കൊടുത്ത് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ എത്ര രൂപ അടയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ ചോദിക്കാം. അപ്പൊ വണ്ടിയൊക്കെ ഇറങ്ങി മാക്സിമം അത് കമ്പനികളുടെ ഒരു സ്കാം ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അറിയാലോ ഇവർക്ക് അത് പറ്റില്ല. ഒരു ആഗ്രഹം കാണും വണ്ടി എടുക്കാൻ വേണ്ടി. വണ്ടി എടുക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുക്കുന്നതാണ്. അപ്പം പലരും അടിച്ചേൽപ്പിക്കുന്നതായിരിക്കാം. അങ്ങനെ വന്ന് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അടയ്ക്കാൻ പറ്റില്ല. പിന്നെ ബൗൺസായി ബൗൺസായ പിന്നെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടേ. അതാണ് നമ്മളെ കറക്റ്റ് ഒരു മനസ്സിലുള്ള ആഗ്രഹത്തിന് അവന്മാർ ചൂഷണം ചെയ്താണ് ഈ സീറോ ഡൗൺ പേയ്മെന്റ് 10 ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നത്. വണ്ടികൾ കമ്പനി തന്നെ തിരിച്ച് സീസ് ചെയ്തിട്ടു. നമ്മൾ ആനോടുള്ള സരീത്തുണ്ടല്ലോ അവന്റെ വണ്ടിയും ഇപ്പൊ CC കാർക്ക് കൊടുത്തിട്ട് നമ്മളൊരു ചേട്ടന്റെ കാറും പോയില്ലേ പറഞ്ഞു. പിന്നെ ചിലവന്മാരൊക്കെ ഉണ്ട് CC എടുത്ത വണ്ടി കൊണ്ട് പണയം വെച്ചിട്ടൊക്കെ വലിയുന്നവന്മാര്, അങ്ങനെ കമ്പനിക്കാർക്കിട്ട് വലിയുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും പല പിന്നെ ഇപ്പം എന്തായാലും ഒന്നും നമുക്ക് കറക്റ്റ് ഒന്നും പറയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആരെയും നല്ലതും പറയാൻ പറ്റത്തില്ല, കുറ്റവും പറയാം. കാരണം പലർക്കും പല സാഹചര്യങ്ങളുണ്ട്. നമ്മളെ നോക്കി ഇപ്പൊ പറ്റിക്കുന്നവന്മാരെയും പറയത്തില്ല. കാരണം നമ്മള് വിജിലന്റ് ആയിട്ടിരുന്നില്ലെങ്കിൽ നമ്മളെ പറ്റിച്ച് പൈസയും കൊണ്ടുപോകും. ഗാംബ്ലിംഗ് ആപ്പ് ഇതിനൊക്കെ എന്തെല്ലാം സാധനങ്ങൾ നമ്മളെ പൈസ കളഞ്ഞ് പോയിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാൻ പറ്റുള്ളൂ. അതെ. അതുകൊണ്ട് പിന്നെ ഈ ഗാംബ്ലിംഗ് ആപ്പിന്റെ അതായത് ഇപ്പൊ ഒരുപാടെണ്ണം ഇൻസ്റ്റ തുറന്നാൽ കൂടുതലും കാണുന്നതാണ്. അതിന്റെ എങ്ങനെയാണ് നിനക്ക് എൻക്വയറീസ് ഒക്കെ വന്നത്? എനിക്ക് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന എൻക്വയറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ ഫേക്ക് ആയതുകൊണ്ട് ഫസ്റ്റ് ഞാൻ റിപ്ലൈ കൊടുക്കണമെന്ന് ഞാൻ വേറെ കുറച്ചൊരു പറഞ്ഞായിരുന്നു ഫേക്ക് അക്കൗണ്ട് എല്ലാ ഡീലീസും. അപ്പൊ പറഞ്ഞു ടെലിഗ്രാമിലെ ഗ്രൂപ്പിൽ ലോഗിൻ ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു എത്ര കിട്ടിയെന്നൊക്കെ ഒന്ന് അറിയില്ല. 1 ലക്ഷം ഒക്കെ ആണെങ്കിൽ ഞാൻ സ്പോട്ടിട്ട് എന്റെ വീഡിയോ വേറെ കാര്യം ഈ വീഡിയോ നിങ്ങൾ കാണാനില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ചോദിച്ച് ഒരു പിരമിഡ് സ്കീമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് ഒരു വീഡിയോക്ക് എനിക്ക് 600 രൂപ. പിന്നെ നമ്മളെ ഈ ഒരു അക്കൗണ്ടിന്റെ ബയോയിൽ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പൊ അതുവഴി എത്ര പേര് കയറിയാലും അതിന്റെ നമ്മളെ ഒരു റെഫറൻസ് വഴിയിട്ട് അവരെത്ര രൂപ ഇടുന്നു അതിന്റെ കുറച്ച് നമുക്ക് കിട്ടും. ഇപ്പൊ ഈ ഒരു ഫസ്മിന പേര് കറക്റ്റ് ഫുൾ എനിക്കറിയില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ബ്രോക്ക് ഇതുണ്ടല്ലോ ഏജൻസ് ആണ്. അപ്പൊ അവർക്ക് ഒരു പിരമിഡ് സ്കീമിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലുണ്ട്. അപ്പൊ എനിക്ക് തന്നെ 600 രൂപ പ്ലസ് എത്ര പേര് കയറുന്നു അതിന് ഇത്ര % കമ്മീഷൻ, അവരിടുന്ന പൈസയിലും കമ്മീഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ അവരെ വരുമാനം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു BMW കാർ കഴിയുന്ന 18 ലക്ഷം രൂപ എടുക്കാൻ വേണ്ടി അത് ഈ ഒറ്റ ഒരു ആപ്പിന്റെ പ്രൊമോഷൻ തന്നെ അവർക്ക് കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ കയ്യിലുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കാണിച്ചിട്ടായിരിക്കും അവര് എന്റെ അടുത്ത് ആദ്യം എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പ്രൊഫൈലും ലിങ്കും ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതവർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മളെ ഒരു പ്രൊമോഷൻ അവര് വാല്യൂ ഇടുന്നത്. എന്നാലും എനിക്ക് 600 രൂപ ഇട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു കാറ്ററിംഗ് കിട്ടില്ലായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കുറഞ്ഞു പോയതാണ് മെയിൻ കുഴപ്പം. 10,000 രൂപ അവർക്ക് പറയായിരുന്നു. ആക്ഷേപിച്ചാണ് പോയില്ലേ അത്. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ കൊച്ചിക്കാരി കാര്യം പറയുകയാണെങ്കിൽ അവർ ഈ ഒരു ഗാംബ്ലിംഗ് ആപ്പിന്റെ പ്രൊമോഷൻ ചെയ്യാൻ പോകുന്നില്ല. അതിന് നമ്മൾ അവരെ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. കാരണം അവർക്ക് ചെയ്താൽ അത്യാവശ്യം പൈസ കിട്ടും. അപ്പൊ ഒരുപാട് പേര് അത് കാണും, എടുക്കും, ആ ഒരു സെറ്റപ്പിലായിരിക്കും പോകുന്നത്. അപ്പൊ അതിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷേ അല്ല അത് നമുക്കുള്ളൊരു ഇതാണ്. കാരണം നമ്മള് ഇങ്ങനെ കുറെ ഇതില് നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മള് രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ പൈസ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും എന്ന് പറയുന്ന പരിപാടികളൊന്നും നമ്മൾ ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ഒരിതാണ്. രാഷ്ട്രീയം ചർച്ച ചെയ്ത് അതുകൊണ്ടല്ല അങ്ങനെയല്ല. അതിപ്പം ഒന്നിനെ കുറിച്ച്, കാരണം നമ്മൾ പലരും പല രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. ഇത് വേറൊരു കാര്യം, നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്തിട്ട് തേങ്ങ മാറാനും പോകുന്നില്ല. നേരത്തെ നമ്മള് അതിന്റെ കാര്യം പറഞ്ഞത്
കാര്യമൊന്നുമില്ല. കേൾക്കാനും പോണില്ല. പിന്നെ രക്തസാക്ഷിയാക്കും രാഷ്ട്രീയത്തിനെ പറ്റി ചർച്ച ചെയ്താൽ. അത് രാഷ്ട്രീയം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ടല്ല ഒരു സത്യം എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടം പോലെ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടൊന്നുമല്ല. നമ്മള് ഓരോ ഐഡിയോളജി ആയിരിക്കണം. എനിക്കൊരു കാഴ്ചപ്പാടായിരിക്കും. രാഷ്ട്രീയത്തിന് സത്യം പറഞ്ഞാൽ മൈൻഡ് ചെയ്യാനേ പോകരുത്. അവരെന്തോ കാണിക്കാൻ ആ രീതിയിൽ എന്നുള്ള സത്യം പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയിൽ റിപ്പബ്ലിക് ആയിട്ടുള്ള നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ അങ്ങനെ പറയാനും പറ്റൂല. നമ്മൾ പറഞ്ഞ കാര്യമില്ല ഒരു പരിധി വരെ. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ അവരുത് യഥാർത്ഥം അവരുത്. ഇപ്പൊ അങ്ങനെയാണ്. ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മള് കണ്ടന്റ് കുറച്ച് മാറിപ്പോയില്ലേ? രാഷ്ട്രീയം ബിടെക് അങ്ങനെയൊക്കെ പറഞ്ഞ് കൊച്ചിക്കാരിനെ പറ്റി വരേണ്ടി തിരിച്ച് നമ്മള് നിന്നെ അതിനല്ല നിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ മൊത്തത്തിലല്ല ആ ഒരു ടോപ്പിക്കിന് വേണ്ടിയല്ല ലൈഫ് സ്റ്റൈൽ എടുക്കണം. ഞാൻ സക്സസ് 1 ലക്ഷം ഒക്കെ ആയിട്ട് ലൈഫ് സ്റ്റൈൽ എടുത്താൽ പോലെ അങ്ങനെയല്ല. അത് നമ്മള് പെട്ടെന്നൊരു ഹൈക്ക് എന്താണ് വ്യത്യാസം എന്നുള്ളതിനെ കുറിച്ച് അറിയണമല്ലോ. കാരണം ഈ ഒരു സ്കാം ആദ്യമായിട്ട് പൊക്കിക്കൊണ്ടുവന്നത് നീയാണ്. അപ്പൊ നിനക്ക് അതിന്റെ ഒരു അപ്രീസിയേഷൻ ഉണ്ട്. കാരണം ഇനിയെങ്കിലും ഇത്രയും നാളത്തെ കാര്യം നമുക്ക് നോക്കണ്ട. ഇനിയെങ്കിലും കുറെ പേര് ചിലപ്പോ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഒരു അവസരം നീ ഇപ്പൊ ഉണ്ടാക്കി. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ഇതിന് കുറെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ നിനക്ക് കിട്ടി. അത് മേ ബി നിനക്ക് നിന്റെ ഇത് കണ്ടിട്ട് തന്നതാവാം. നീ ഇപ്പൊ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിയത് ഒരുപാടുണ്ടാവാം. അധോലോകത്തിനാണ് തെളിവ് കിട്ടാൻ പാട്. ബ്ലാക്ക് മണി എങ്ങനെയെങ്കിലും വയറിഞ്ഞ എല്ലാവർക്കും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു സ്കാം പുറത്ത് കൊണ്ടുവരാനായിട്ട് നീ ഒരു നല്ല ഒരുപാട് പണിയെടുത്ത് ഏറി കയറുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കൊച്ചിക്കാരെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഞാൻ കയറിയില്ല. സത്യാവസ്ഥ അറിയാന്നുള്ളതാണ്. ഒരു യൂട്യൂബ് ഇപ്പം ആൾക്കാർ വിചാരിക്കും ഈ ഒരു വീഡിയോ ഉണ്ട് നിനക്ക് കോടികൾ ഉണ്ടാക്കിയെന്നൊക്കെ അങ്ങനെ വിചാരിക്കുന്നവർ കാണും. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്റെ അടുത്ത് തന്നെ കൊച്ചുണ്ണി വിളിച്ചിട്ട് യൂട്യൂബ് ഇല്ലടാ ഒരു 2000 അമ്പലത്തിൽ പിരിവരാനൊക്കെ ചോദിച്ചു. എന്റെ വരുമാനം വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. 5, 10 പഞ്ചക്കാർക്ക് പിച്ചക്കാർക്ക് കൊടുക്കുന്ന രീതിയിൽ. അപ്പൊ യൂട്യൂബിനൊക്കെ അത്യാവശ്യം ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വരുമാനം കിട്ടും. യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടും. ഈ ഒരു പ്രൊമോഷൻ ഒക്കെ ചെയ്താൽ കിട്ടും. ഗാംബ്ലിംഗ് ആപ്പിന്റെ ഒക്കെ നല്ലൊരു വരുമാനം കിട്ടും. അല്ല ജെന്യൂൻ ആയിട്ട് കണ്ടന്റ് ചെയ്ത് ഒരു ലെവൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. പക്ഷെ ഇതൊക്കെ റിയാലിറ്റി ഇതാണ്. അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. കുറെ പേര് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴും. നമ്മള് വീഡിയോ ഇടുന്ന ഭയങ്കര സെറ്റപ്പാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവാനും നമുക്കും മനസ്സിലാവണമായിരുന്നു എങ്ങനെയാണ് നീ ഇത്ര ആക്കിയെടുത്തത്. അത് മാത്രമല്ല ഈ ഒരു സംഭവം പറഞ്ഞില്ലേ പുറത്തു കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായത്, എവിടെ നിന്നൊക്കെ നിനക്ക് അതിനുള്ള തെളിവ് എവിഡൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടി? അതിപ്പോ നമ്മൾ ഒരു പ്രശ്നം ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇവർ ഒരാളെ മാത്രമായിരിക്കില്ല പറ്റിച്ചേക്കുന്നത്, ഒരുപാട് പേരെ പറ്റും. അവരിപ്പോ ഒരു ആണെന്നിരുന്നാലും ഇവരെല്ലാം പുറത്തു നമുക്കും പുറത്തു ആ രീതിയിലാണ് ഇരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ എനിക്കിപ്പോ ഇങ്ങനെ ഞാനിങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി ചാടി. അപ്പൊ നീ ഇങ്ങനെ ഇതുപോലെ എക്സ്പോസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ അവന് പറഞ്ഞു കൊടുക്കാം. പറയുമ്പോ നമുക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഒരു ആശ്വാസമെങ്കിലും വരൂലേ? കൊച്ചിക്കാരൊക്കെ ഇത്ര നാളുടെ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ലെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഒരു കാര്യം റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. അല്ല അത് വേറൊരു കാര്യം. അല്ല അതില് വേറൊരു കാര്യം, ചിലപ്പോ പലരും ഈ കൊച്ചിക്കാരെന്ന് പേരുണ്ടെങ്കിൽ കൂടിയും ഈ വാഹനങ്ങൾ വാങ്ങുന്നതില് മറ്റ് ബിസിനസ്സിൽ പങ്കാളികളായിട്ടുള്ളത് ചിലപ്പോ അവിടെ ഉള്ളവരായിരിക്കില്ല. അതൊരു മെയിൻ കാര്യമാണ്. എന്തായാലും കൊച്ചിനെ ഇപ്പൊ പേര് വാങ്ങോളം ഉയർത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു പേര് മാറ്റിയില്ലെങ്കിൽ നിന്റെ ഒരു ജെനുവിനിറ്റി വന്നതോട് കൂടിയാണ് അവിടെ ആ ഒരു കൊച്ചിക്കാരി തകർച്ച തുടങ്ങിയത്. ഞാൻ ഈ കൊച്ചിക്കാരി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേര് കമന്റ് ആയിരുന്നു കൊച്ചിനെ പറ്റി പറയുന്നതാണ്. ഞാൻ ഒരിക്കലും കൊച്ചിനെ പറ്റിയല്ല പറഞ്ഞ കൊച്ചിക്കാരി എന്നാണ് പറഞ്ഞത്. നമ്മള് ആ ഒരു ഒന്നുകിൽ എന്താണ് എടിയെന്നോ അവളെന്നോ അങ്ങനെയൊന്നും അല്ല വിളിക്കുന്നത്. ആ ഒരു പേരാണ് പറയുന്നത്. ആ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ അല്ലേ യൂട്യൂബിന്റെ അല്ലേ ആ ഒരു പേര് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്തിനെ അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് കൊല്ലത്തുനിന്നാണെന്ന് തോന്നുന്നു. കാരണം അതില് ജിതിനെ നിനക്ക് നല്ല ഓടിയിട്ടെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ, അതിലൊരു പയ്യൻ വന്ന് കമന്റ് ഇട്ടൊക്കെയാണ് ഇങ്ങോട്ടൊന്നും വരണ്ട പാരിപ്പള്ളി തടഞ്ഞു നിർത്തി അടിക്കുന്നു കൊല്ലത്തുനിന്ന്. എനിക്ക് ആ പയ്യനെ അറിയത്ത് പോലുമില്ല, ഏതോ ഒരു പയ്യൻ. പിന്നെ ഒടുക്കുന്ന സപ്പോർട്ടായിരുന്നു. കൊച്ചിക്കാരാണെങ്കിൽ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നത്. പിന്നെ ഒടുക്കുന്ന സപ്പോർട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും നമ്മളെ വീടിന്റെ അടുത്തുള്ള ആളെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എനിക്കെതിരെയല്ലേ തിരിയും. പക്ഷെ കൊച്ചിക്കാരൊക്കെ പക്ക സപ്പോർട്ടായിരുന്നു. ഡീറ്റെയിൽസ് അയച്ചു തന്നു. അവര് അവിടെ പോകുന്നു, വീഡിയോ എടുക്കുന്നുണ്ട്, ഇന്ന് മിക്കവാറും അപ്ലോഡ് ചെയ്യും, അങ്ങനെ വരെ പറഞ്ഞ പയ്യന്മാരൊക്കെ ഉണ്ട്. ഈ ഒരു പ്രോബ്ലത്തിന് സംബന്ധിച്ച് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ എനിക്ക് ഇത്രയും മെസ്സേജ് വന്നത് ഈ ഒരു ഒറ്റ വീഡിയോ ഒന്നായിരിക്കും. ഇപ്പൊ യൂട്യൂബിൽ കണ്ടിട്ടായാലും അവരെ വീഡിയോസ് ഒക്കെ എനിക്കെടുത്ത് അയച്ചിട്ട് ബ്രോ റിയാക്ട് ചെയ്യുന്നില്ല.
അന്ന് ഞാൻ റിയാക്ട് അല്ല ഇത് ഇനി റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. നീ പറയേണ്ടത് നീ പറഞ്ഞു. പറഞ്ഞ ഇനി കാര്യമില്ല. ബാക്കി മനസ്സിലാക്കേണ്ടത് ബാക്കി ആൾക്കാരാണ്. പബ്ലിക്കാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞാൻ ചിലപ്പോ ഒരു വീഡിയോ കൂടെ ചെയ്യും, ജാസ് വേഴ്സസ് കൊച്ചിക്കാരി ഇത് എന്തെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരെണ്ണം ചെയ്യും. അത് അഭിനയം എനിക്ക് ഫ്രീ ആയിട്ട് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ബ്ലാക്ക് മണി ആണ്, ബിറ്റ്കോയിൻ ആണെന്ന് പറഞ്ഞാൽ വേറെ വീഡിയോ CCTV അതിന്റെ പോണം. ആ ഒരു വീഡിയോ കൂടെ ചെയ്ത് നിർത്താമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ചേച്ചി വീണ്ടും ജസ്റ്റിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു യൂസ് ഇങ്ങനെ തുടർന്ന് പോയി നമ്മളിപ്പോ എന്താണ് ഒരു വിവാദം ഇങ്ങനെ തുറന്നുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നന്നായിട്ട് നടന്നു, അല്ലെ ആ ഒരു സ്കാം പുറത്തു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് ആയി. അല്ലെങ്കിൽ കൈവിലങ്ങൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് പോണത് ഞാൻ TV ഇരുന്ന് കാണുന്ന ഒരു വീഡിയോ ആയിരിക്കുമല്ലേ. ആ സാറ്റിസ്ഫാക്ഷൻ ആണ്. അങ്ങനെയൊന്നും ആരെയും വേണ്ട. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അല്ല ഞാൻ പറയുന്നത് എന്റെ പേഴ്സണലി ഉള്ളതാണ്. അല്ല ഇപ്പൊ നിർത്തി. ഇപ്പൊ ആ ചേച്ചി വീഡിയോ കിട്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഇൻസ്റ്റയിൽ ഇനി വീഡിയോ ഇടുന്നില്ല. ഒരുപാട് പേർക്ക് സന്തോഷമാവും. ഒരു ഫീമെയിൽ ആയതുകൊണ്ട് എന്നെ അടിച്ചമർത്ത ഒരുപാട് നോക്കിയിട്ടുണ്ട്. അല്ല സത്യം പറയാം അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അപ്പോളജി പറഞ്ഞ് അപ്പോൾ നല്ല രീതിയിൽ ഇപ്പൊ മിസ്റ്റേക്ക് ആണ് തിരിച്ചറിയാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം അതാണ്. അതിനെ തിരുത്തി എങ്ങനെ ഇനിയിപ്പോ അതല്ല ഞാനൊരു പെണ്ണായത് കൊണ്ട് എന്നെ ഇനി അങ്ങനെയാണ് അത് വലിച്ചിട്ട് ആവശ്യമില്ല. അത് മുതലെടുപ്പാണ്. അത് 3-4 തവണ വലിച്ചിടാൻ നോക്കിയിട്ടുണ്ട്. സീരിയസ്ലി എന്റെ അഭിപ്രായം അവർ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇനി പ്രൊഫഷണലി പ്രൊഫഷണൽ ഇത്രയും കുറച്ച് വരുമാനം ഇതിന് ഉണ്ടാക്കി കാണൂലേ, കുറച്ച് എക്യുപ്മെന്റ്സ് കിട്ടും, ടെസ്റ്റ് കാര്യങ്ങൾ കുറച്ച് ഇവരെ കൂടെ ഒക്കെ നിന്ന് പഠിക്കുക. യൂട്യൂബ് പുറത്തുനിന്നുള്ള വീഡിയോസ് റെഫർ ചെയ്യാം, എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ ചെയ്ത നല്ലതല്ലേ. ചിലപ്പോ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, അവർക്കും അറിഞ്ഞൂടെ പറ്റിയതായിരിക്കാം, മനസ്സിലായില്ലേ. ഇപ്പോഴും അവസാനം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇട്ട വീഡിയോയില് കള്ളന്മാരെന്തായാലും പുറത്തു വരും, പത്യസന്ധമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പറ്റൂലെന്ന് പ്രൂഫ് അതും കാണിച്ചിട്ടും ചുമ്മാ ഇരുന്ന് എന്തിനാണ് അതിന്റെ ആവശ്യമില്ല. ചിലപ്പോ അവർക്കും പറ്റിയതായിരിക്കും, പറ്റിക്കപ്പെട്ടതായിരിക്കും, അറിയത്തില്ലല്ലോ. അതിൽ കുറച്ച് കാര്യങ്ങളൊന്നും അവര് പറ്റിക്കപ്പെട്ടുള്ളത് എനിക്ക് നല്ല രീതിക്ക് ഉറപ്പുണ്ട്. ഞാൻ പിന്നെ മനഃപൂർവ്വം കുറച്ച് ക്ലിപ്സും കാര്യമൊന്നും പുറത്ത് വിടാത്തതാണ്. ഞാൻ എപ്പോഴും കുറച്ച് സാധനം താങ്ക് വെച്ചേക്കും. കാരണം അതിനെപ്പറ്റി ഇനി എന്തെങ്കിലും പറയുമ്പോൾ എടുത്തിട്ട് കൊടുക്കാവുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ CCTV താങ്ക് വെച്ചതും. എന്റെ ഇനിയും ഒരുപാട് വൈമാരയച്ച വോയിസ് കാര്യങ്ങളും ക്ലിപ്പും എല്ലാം കിടപ്പുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞുകൊണ്ടുള്ള കാര്യം തന്നെയാണ്, അത് ഉറപ്പാണ്. ആ ഒരു പേപ്പറിലൊക്കെ മറ്റേ ഫോർജറി കാണിച്ചില്ലേ, അതെന്തായാലും ചേച്ചിക്ക് അറിയാവുന്ന കാര്യമാണ്. ഒറിജിനൽ പേപ്പർ അവരൊക്കെ ഇരിക്കുന്ന സംഭവമാണ്. പിന്നെ ചേസ്വലിന്റെ വണ്ടി ഒരു MV വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെയാണോ അല്ലേന്നല്ലേ? അതല്ല അത് ഒന്നാമത്തെ കേസ് ഈ ടോട്ടൽ ലോസ് ഒക്കെ വന്ന വണ്ടി ടോട്ടൽ ലോസിനൊക്കെ ക്ലെയിം അപ്രൂവൽ ആയ പിന്നെ അത് എങ്ങനെ പണിഞ്ഞിറക്കും എന്നുള്ളതാണ്. ചിലപ്പോ അല്ലാതെ ആക്രിക്ക് അങ്ങനെ വിറ്റെന്നാണ് ഞാൻ ലാസ്റ്റ് അറിഞ്ഞത്. അതിലിനി വേറെ എന്തെങ്കിലും ടെക്നിക്കലി പക്ഷെ അത് 28 ലക്ഷം രൂപയെങ്ങാണ്ടാണ് അതിന്റെ ഒരു ഇതുണ്ടല്ലോ എസ്റ്റിമേറ്റ് ഇട്ടത്. ആ ഒരു വണ്ടി 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ അപ്പൊ അത് എത്ര ലക്ഷം രൂപയ്ക്കായിരിക്കും അവർ പണിതത്? ചിലപ്പോ അല്ല ഈ പറയുന്ന വെച്ചിട്ട് പെയിന്റ് അടിച്ച് തോന്നുന്നത്. അല്ല ഈ ബോഡി മാറിയതോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാം. അതിനെക്കുറിച്ച് നമുക്കറിയാം. അത് അങ്ങനെയൊക്കെ ഇപ്പൊ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആ 28 ലക്ഷം രൂപയ്ക്ക് ക്ലെയിം ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് പണിയണം. എങ്കിലും എങ്ങനെ ഒരു 10 ലക്ഷം രൂപ 28 രൂപയ്ക്ക് ക്ലെയിം അപ്രൂവൽ ആയ വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു അതിന്റെ 90% പണിഞ്ഞാലേ പറ്റുള്ളൂ. ഇതിൽ വേറൊരു എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനി നമുക്ക് അതിന്റെ ഫുൾ എമൗണ്ട് തരൂല. 1 ലക്ഷം രൂപയ്ക്ക് അവർ എസ്റ്റിമേറ്റ് ഇട്ടാൽ നമ്മൾ അത് 1.5 ലക്ഷം രൂപയ്ക്ക് പണിഞ്ഞാലേ പറ്റൂ. ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് അറിയത്തില്ല. നമുക്ക് അതിനെ കുറിച്ച് ഈ പറഞ്ഞ ഇപ്പം നിന്റെ കയ്യിലുള്ള കുറെ വീഡിയോസും നീ കാണിച്ചിരുന്ന കുറെ തെളിവുകളും വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന് ഒരു മറുപുറം എന്തായാലും കാണും. അതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയായിരിക്കും, ചിലത് ശരിയല്ലാതിരിക്കാനും ചാൻസസ് ഉണ്ട്. പക്ഷെ ആ ചേച്ചി എനിക്ക് തന്ന റിപ്ലൈസ് ഒക്കെ ഒരുമാതിരി വൾഗർ രീതിയിലാണ്. ഞാൻ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞ വീഡിയോ ഇട്ടപ്പോ എന്നെ പറ്റി ഡാഡ്ലെസ് ഞാൻ അതെന്തെന്ന് വിചാരിച്ചെന്നോ? ചിലപ്പോ അത് നീ ഇല്ല ട്രോളെന്നൊന്ന് വിചാരിച്ചിട്ട് ഇട്ടതായിരിക്കും. നിന്റെ കയ്യിൽ ഇത്രയും തെളിവുകളില്ല. സാധാരണ പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, കുറച്ച് അടിച്ചങ്ങ് അമർത്താന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല. അടിച്ചവർത്ത് നോക്കിയതായിരിക്കും അല്ലേ? അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതല്. പക്ഷെ അത് നല്ല രീതിക്ക് നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയത്തില്ല അവരെ സൈഡിലുള്ള എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. മര്യാദക്ക് പറഞ്ഞ ഒരാളെ പട്ടി വേട്ടാളിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാണ്. പക്ഷെ അവരെ ഇന്ന് അബദ്ധങ്ങൾ പറ്റിയതും കൂടെ ആയിരിക്കും കുറെയൊക്കെ, മനസ്സിലായില്ലേ? കുറെയൊക്കെ നമ്മളാണെങ്കിൽ ഒരു എന്താണ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ ഒരു ഫ്ലോയിൽ ചിലപ്പോ വന്നത് തോന്നാം. പക്ഷെ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പോളജിയും ചെയ്തിട്ട് പിന്നെ കുറച്ച് ആളൊന്നും ഇതിൽ മാറി. തെറ്റെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ആർക്ക് വേണേലും തെറ്റ് സംഭവിക്കാം. ചിലപ്പോ നമ്മള് ഈ പറ്റിക്കപ്പെടാനും ചാൻസ് ഉണ്ട്. പക്ഷെ
എന്ത് പറ്റിയാലും അത് തുറന്ന് പറച്ചിലെന്ന് പറയുന്ന ഒരു വലിയ അത്രേ ഇതാണ്. ഉള്ളൂ. അത് അക്സെപ്റ്റ് accept തിരുത്തുക, ചെയ്യുക. അത്രേ ഉള്ളൂ. മുന്നോട്ട് പോവുക. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ എയറിലോട്ട് പോകും. ആ. പ്രത്യേകിച്ച് ഏറി കയറ്റാൻ വേണ്ടി ആൾക്കാരും ഉണ്ട്. ഇന്നലെ തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കടയിൽ ചെന്നിരുന്ന് അച്ചു നമ്മൾ ഗോർത്തനൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പയ്യനെ കളിയാക്കി, പയ്യന്മാരെ കളിയാക്കൽ അറിയാലോ, അവൻ ഉടനെ പറയാണ് ഞാൻ വീഡിയോ എടുത്ത് കൊച്ചിക്കാർക്ക് അയച്ചു കൊടുക്കും, പിന്നെ അവള് നോക്കിക്കൊള്ളുന്ന രീതിയിൽ ഇപ്പൊ ആ രീതിയിലോട്ട് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇനി പെരുമാറാനും നിൽക്കാനൊക്കെ. ഒരു അടിയുടെ ഇടയിൽ ഞാൻ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എന്റെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബർ അടിയുടെ ഇടയിൽ ഇവനാണ് മെയിൻ. മറ്റേ മണവാളിനൊക്കെ സംഭവിച്ചാണ് കണ്ടില്ലേ. സംഭവിച്ചാണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒരു വർഷം കൊണ്ട് തടവിലായിരുന്നു, പോലീസ് പിടിക്കാൻ പറ്റില്ലെന്നൊക്കെ. എപ്പോഴും പ്ലെയിൻ സെറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. അതില് ആ ഒരു അടിയിൽ അവർ അറിയത്ത പോലും ഇല്ല, ചുമ്മാ കാറിപ്പോയി. ഒരുത്തം വന്ന് ബൈക്കിൽ വീണു, അവനെ പിടിച്ച് മാറ്റി പ്രശ്നമൊന്നും ഉണ്ടാക്കണതിന് വീട്ടിൽ പോയി. അതിന് അവന്റെ എതിരെ വധശ്രമം, മറ്റവനെ കാറി കൊണ്ടുവന്നു. നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലേ? അവനെ ഇപ്പനും മണവാളനെതിരെയാണ്. അതല്ല, ഞാൻ മൊത്തത്തിൽ എന്തൊക്കെ ആയിരുന്നു അറിഞ്ഞില്ല. കണ്ടാ സോഷ്യൽ മീഡിയക്ക് ഒരാളെ എങ്ങനെയാണോ മാറ്റി തീർക്കുക, ആ പാവം ചുമ്മാ കാറിപ്പോയതാണ്. ഇല്ലല്ല, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞൂടാ യഥാർത്ഥ. ഞാൻ അങ്ങനെയുള്ള കോൺട്രവേഴ്സി പക്ഷെ അവന്റെ വീഡിയോ കമന്റ് ഇട്ടിട്ടുണ്ട്, നീ കൊന്നില്ലടാ വിദ്യാർത്ഥികളെ എന്ന്. അല്ല, ഞാനത് സത്യം പറഞ്ഞ ഈ ഇടയ്ക്ക് സത്യം പറഞ്ഞ അവനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞതല്ലേ. അപ്പോഴാണ് ഞാൻ മീഡിയന്റെ ഒരു ഇൻഫ്ലുവൻസ് ആലോചിച്ചത്. കാരണം അവിടെ പണ്ട് എന്തോ പഠിച്ചതാണ്. ഇപ്പൊ ഏത് ആളെ നോക്കിയാലും ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരിക്കും. വിദ്യാർത്ഥികളെ നാക്കിയിട്ട് അതൊക്കെ വളരെ മോശമാണ്. കാരണം ബൈറ്റ് കിട്ടുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടാണ്. അത് അങ്ങനെ തന്നെയാണ്. ഈ ചില ഓൺലൈൻ മീഡിയയിലൊക്കെ കണ്ടില്ലേ, ആ റൂമിൽ വെച്ച് ആ നടി ചെയ്തത് കണ്ടോ എന്നൊക്കെയാണ് ചില ഇത് വരുന്നത്. എന്താണ് അവർക്ക് വ്യൂസ് കയറാന്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ബിസിനസ് ആണ്. അല്ല, ഞാൻ പിന്നെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ എനിക്കറിയാം, നോട്ട് ഇൻട്രസ്റ്റ് അടിക്കും. എന്റെ വരുന്ന കണ്ടന്റുകൾ ടെക് കണ്ടന്റുകൾ, പിന്നെ സിറ്റ്കോം ഏതെങ്കിലും വീഡിയോസിന്റെ ഷോർട്സ് അങ്ങനെയുള്ള മാത്രമേ എന്റെ വരുള്ളൂ. ഞാനും തമിഴിൽ അങ്ങനെയാണ് ഇടുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ എന്ത് പറ്റി അങ്ങനെയൊക്കെ രീതിയിൽ അങ്ങനെയല്ല. അതിപ്പോ ഒരു വീഡിയോ എന്ന് പറയാം. ഇത് ചില ന്യൂസ് ഈ ന്യൂസ് ചാനലൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അല്ല, പ്രോപ്പർ ആയിട്ട് പോകുന്നതല്ല. ചില ഓൺലൈൻ ന്യൂസുകളാണ് ഈ പ്രോപ്പറായിട്ട് പ്രോപ്പർ എല്ലാം കണക്കെ ഓരോ ഓൺലൈൻ ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത മെയിൻ സ്ട്രീം മീഡിയ ചാനൽസ് ഉൾപ്പെടെ എല്ലാം കേസ്. നമ്മൾ ചിലപ്പോ നാളെ വല്ല വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം, നമ്മൾ അതിലൊന്നും പെട്ടിട്ടില്ല. നമ്മൾ തിരിച്ച് ജയിലിൽ ഇറങ്ങിയ മാക്സിമം ക്യാമറകൾ വെച്ചിട്ടുണ്ട് അവിടെ. അയ്യോ, ഇതും അവർ ഉരുക്കൊണ്ട് പോകും. ആദ്യം നമുക്ക് വല്ല കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചതിന് റിവീൽ ചെയ്യുന്നതായിരിക്കും. അല്ല, നിങ്ങൾ ഒന്നും വിശ്വസിക്കരുത്, അല്ലെങ്കിൽ ആണെന്നെങ്കിലും വിചാരിച്ചോളാം. പിന്നെ ഒരു കാര്യമുണ്ട്, ചേച്ചി ഇപ്പൊ പോയിട്ട് എന്തെങ്കിലും നല്ല രീതിക്ക് പരിപാടിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആര് സപ്പോർട്ട് ചെയ്യലും ചേച്ചീനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാനാണ് ചേച്ചിനെ താഴെ ഇറക്കിയത്. അത് തീർച്ചയായിട്ടും. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം തെറ്റ് ചെയ്തു, അതിന്റെ ശിക്ഷ കിട്ടിക്കാണും. ഇനി ആ തെറ്റിലേക്ക് പോകരുത്. അത്രേ ഉള്ളൂ. അവർക്ക് ജീവിക്കണം, നമ്മളെ പോലെ അവർക്കും ജീവിക്കേണ്ടതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ചിലപ്പോ ഇനി തെറ്റ് കണ്ടാലും നമ്മൾ ഇതിനെ പറയൂല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ. എന്നാലും ഈ വണ്ടി ഫീൽഡിലാണ് ഇത്രയും നാളെ നിന്നത്. അപ്പൊ അതുമായിട്ട് കുറച്ചെങ്കിലും കോണ്ടാക്ട് കാണും. അത് തന്നെ. കാരണം എനിക്ക് ആ ഒരു നിർത്തിപ്പോണെന്നൊക്കെ പറഞ്ഞ ഒരു കരച്ചിലുണ്ടപ്പോ എനിക്ക് ചെറുതായിട്ടൊരു ഇത് റിഗ്രറ്റ് തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് വെച്ച് കളിയാക്കാന്നാണ് വിചാരിച്ചത്. അവനെ അവനെ ചെയ്യാത്തതും പിന്നെ അത് തന്നെ അത്രയും പറയേണ്ടി വന്നത്. അവർക്ക് അവിടെ ഒരു അപ്പോളജീസ് എന്ന് പറയുന്നത് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരാത്തത് കൊണ്ടാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ അക്കൗണ്ടും പ്രൈവറ്റ് ആക്കിയൊക്കെ പോയി. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സെപ്പറേറ്റ് മെസ്സേജ് ഒക്കെ ചീത്തൊക്കെ വിളിക്കുന്നുണ്ടെന്ന് ആയിരിക്കാം. ചിലപ്പോ ഈ വണ്ടി വാങ്ങിയവരൊക്കെ ചിലപ്പം അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിവ് വരുന്നത്. കാരണം ഇപ്പം പലരും പറ്റിക്കപ്പെട്ട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരാണ്. കാരണം ഇവന് ഒന്ന് സബ്സ്ക്രൈബർ കുറവാണ്. അപ്പൊ ആക്ച്വലി പ്രശ്നങ്ങൾ വരേണ്ടതിരുന്നത് ഇവനാണ്, യഥാർത്ഥ വരേണ്ടിരുന്നത്. അപ്പൊ ഇവന് വന്നില്ല മീൻസ് അതിലെന്തോ ജെനുവിറ്റി ഉള്ളത്. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യൂല, അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും കറക്റ്റ് ആൾക്കാരെ മൈൻഡ് സെറ്റ് പിടിച്ചെടുക്കും. അങ്ങനെയല്ല. എന്നാൽ കൂടി നമ്മുടെ ഭാഗത്ത് തെളിവുകളുണ്ടല്ലോ, സത്യസന്ധമായ കുറെ തെളിവുകൾ ഉണ്ടായിരുന്നോണ്ടാണ് ഇപ്പൊ ഇതെല്ലാം പുറത്തു വന്നത്. നമ്മളിപ്പോ ചുമ്മാ ഇരുന്നിട്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ അതിനുള്ള പ്രൂഫ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളെ പറ്റി നമ്മൾ എന്ത് പറഞ്ഞാലും തെളിവില്ലെങ്കിൽ കയറി പോകും. കാരണം ഇപ്പൊ നാട്ടുകാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, അവർ ചുമ്മാ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് നമ്മൾ അവരെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ അതെല്ലാവരും തിരിച്ചു കൊന്നേനെ. അതെനിക്ക് പിന്നെ മനസ്സിലായി. 2,58,000 2,50,000 ശത്രുക്കളാണ് ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. ശത്രുക്കളാണെന്നല്ലടാ, ചിലപ്പോ അവർക്ക് ജെനുവിനിറ്റി ഫീൽ മനസ്സിലായോണ്ടായിരിക്കും. മനസ്സിലായി, ജെനുവിനിറ്റി ഫീൽ ചെയ്യുണ്ടായി. അല്ലെങ്കിൽ പിന്നെ മേ ബി നീ കൊടുത്ത തെളിവ് കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും മറുപുറം അവര് പറയും. ഇല്ല, എന്റെ കൂട്ടുകാർ എന്നെ ഫോളോ ആയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു പറഞ്ഞു, ഇവിടെ എന്തൊക്കെ കാണിക്കും, എന്തരാവണമെന്ന് അറിയാൻ വേണ്ടി ചെയ്തിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയൊന്നും എടുക്കാൻ പോകില്ലെന്ന് അവൻ പറഞ്ഞാൽ എന്റെ കൂട്ടുകാർ. ഇപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ അതിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ പിന്നെ അൺഫോളോ അടിപ്പിച്ചില്ല. കാരണം അഥവാ പ്രൈവറ്റിലാക്കിയാണെങ്കിൽ എനിക്ക് ക്ലിപ്സ് ഒക്കെ കിട്ടുമല്ലോ. കാരണം സമയത്ത് തന്നെ
ഡൗൺലോഡ് ചെയ്ത് അയക്കണമാരൊക്കെ ഉണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആയ സമയത്ത്. ബ്രോ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും റിയാക്ട് ചെയ്തൊക്കെ പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് ട്രിവാൻഡ്രത്തുനിന്ന് കൊല്ലത്തുനിന്ന് നല്ല എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ആ ജില്ലയെന്നൊന്നും എനിക്ക് അറിയില്ല. പിന്നെ കൊച്ചിയിലുള്ളവരും മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ അടിച്ചമർന്നാണ് വിചാരിച്ചതെങ്കിലും കുഴപ്പമില്ല. ആ ഒരു കാലമൊക്കെ മാറി. കാരണം എല്ലാവർക്കും ഇപ്പൊ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെയൊന്നും പക്ഷെ ഒരു റിയാക്ഷൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കറങ്ങുന്ന കസേര എടുത്തു കഴിഞ്ഞാൽ ചുമ്മാ റിയാക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. ഇപ്പൊ 50 രൂപയ്ക്ക് 50 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ലാഭം. ഇപ്പൊ എനിക്ക് 15 രൂപ കിട്ടുന്ന 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. നീ ആലോചിക്കണം, ഇത് ഒരു ചെയർ വാങ്ങണം, അവിടെ ചെന്ന് ഇരിക്കണം, എത്ര മണിക്കൂറത്തെ ഈ ചെയർ നിങ്ങൾ എനിക്ക് തന്നിടൂലേ അണ്ണാ? റിയാക്ഷൻ എളുപ്പമാണ്. ചുമ്മാ വരിക, കറങ്ങുക. ഇതിപ്പോ കറങ്ങി കാണിക്കാൻ പറ്റില്ല എങ്കിലും നൈസാണ് കേസ് ചെയർ. അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി അറിയാലോ. ഞാൻ ഇത്രയും സെറ്റപ്പിലൊന്നും എഡിറ്റ് ചെയ്യും. ചുമ്മാ ഫോൺ എടുക്കും, ക്ലിപ്പ് അടയും, എഡിറ്റ് ചെയ്യാൻ തീർന്നു. എന്തെങ്കിലും ഒരു സമയത്ത് നല്ല രീതിക്ക് വരുമാനം കിട്ടി തുടങ്ങിയാണെങ്കിൽ ഞാൻ ഇത് പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറുതായിട്ട് സ്ലിപ്പായി കഴിഞ്ഞാൽ ഏറിക്കറി പോകും. അതാണ് പ്രശ്നം. അപ്പൊ ഇത് തന്നെ ഏറിക്കറി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കേസ് എന്നെ ആരും ഏറിക്കറ്റത് ഇവർ രണ്ടുപേരും എന്നെ വിളിച്ചു വരുത്തി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുഴപ്പമില്ലതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വണ്ടിയെ കുറിച്ച് അത്യാവശ്യം എന്താണ് അങ്ങ് ഭയങ്കര അറിവെന്നല്ല, പരിചയം എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ഥലം കൊണ്ട് കാണിച്ചിട്ട് ആ കയറിപ്പോടാ എന്ന് പറഞ്ഞാൽ അത് കയറി പോകുന്ന വണ്ടിയാണ്. അത്രയ്ക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ കൊണ്ടത് കൊണ്ട് നടക്കാനും പറ്റൂല. എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കൂല. പുറത്ത് പോകണമെങ്കിൽ 10,000-2,000 രൂപ ഡീസൽ അടിക്കണം, നടക്കൂല. പക്ഷെ കൊണ്ട് നടന്ന അതൊരു കല തന്നെയാണ്. നിങ്ങൾ പ്ലംബർ അല്ലേ? നാളെ തൊട്ട് വീഡിയോസിൽ വരും എന്റെ വീട്ടിൽ പ്ലംബിങ് ചെയ്ത് ശരിയല്ല. നിങ്ങളെ വരും പണ്ട് വേണ്ടി 10 രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതെനിക്ക് ഉറപ്പാണ്. പൈസ ഒക്കെ തരാൻ ചോദിച്ചാൽ. അപ്പൊ ഇതുകൊണ്ടാണ് നിന്നെ മെയിൻ ആയിട്ട് വിളിച്ചത്. എന്താണ് സംഭവം, സത്യാവസ്ഥ എന്താണ്? അല്ല, എനിക്ക് പിന്നെ അറിയേണ്ടത് ഇവൻ യൂട്യൂബ് എങ്ങനെയുണ്ട്. സത്യത്തിൽ ഞാൻ അതിനാണ് വിളിച്ചത്. എന്റെ സൈഡ് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ സംസാരിച്ചത്. എല്ലാവരും എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പൈസ അങ്ങനെയല്ല. അത് തന്നെ. അല്ലല്ല, ഇപ്പൊ എല്ലാവരും ചിന്ത അതാണ്. ഒറ്റ ദിവസം കൊണ്ട് വീഡിയോസ് ഒക്കെ വൈറലായി, ഭയങ്കര സംഭവമായി, ചെറുക്കെ അങ്ങ് ഫേമസ് ആയി. അത്യാവശ്യം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം പിന്നെ വേറെ ന്യൂസുകളും എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നു ഈ കോടിക്കണക്കിനായിരിക്കും ഡോളർ, ഇപ്പൊ ഡോളറിലായിരിക്കും കുളിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ പലർക്കും എല്ലാരും വിചാരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ബ്ലാക്ക് മണി. അതെ, അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ ഇതിന്റെ ഒരു വശമാണ്. ഞാൻ പലപ്പോഴും ചക്കയും കഞ്ഞിയും തന്നെയാണ് ഇതിൽ, സത്യം പറഞ്ഞാൽ അങ്ങനെ വേണം പറയാൻ. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആരും ഡിമോട്ടിവേറ്റ് ചെയ്യല്ല, എല്ലാരും ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാം. ആദ്യമേ എടുത്ത് ചാടി 10 വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവം ആവും എന്നൊക്കെ വിചാരിച്ചെടുത്ത് ചാടി കഴിഞ്ഞാൽ. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഫീമെയിൽസിനൊക്കെ കുറച്ച് നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം ഞാൻ ഇപ്പൊ ഒരു 1000 വീഡിയോ ഇടുമ്പോഴേക്കും എന്റെ ചാനൽ സെറ്റ് ആവും. അവർക്ക് ഒരു 50 വീഡിയോ ഇടുമ്പോഴേ സെറ്റ് ആവും, കാണാൻ വേണ്ടി ആൾക്കാർ. കുറച്ചൊക്കെ ഒരു 80% നീ പറഞ്ഞൊരു സംഭവം സത്യം തന്നെ. അവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പറയത്തില്ല. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഈ ചില മിക്കുള്ള ഈ ഫീമെയിൽ ഓട്ടോമാറ്റിക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൊണ്ടല്ലോ, അവരെ ചിലപ്പോ ഫ്രണ്ടിൽ മാത്രമേ അവര് കാണൂ. ഈ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് എഡിറ്റ് എടുക്കുന്ന എല്ലാം പയ്യന്മാരായിരിക്കും. അവര് ആ ഒരു കറക്റ്റ് ബൈറ്റിനെ പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണാമെന്ന് അറിയാം. ഇപ്പൊ തന്നെ നിങ്ങൾ 2 മാറ്റി 2 പമ്പ് കണ്ടിരുന്നെങ്കിൽ ഇവിടെ എല്ലാരും ലൈക്ക് കൊടുത്തതിന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേനെ. എല്ലാ ദിവസവും കുറച്ച് പെമ്പിളറൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വല്ല ആലോചിക്കണം. പോലീസ് കൊണ്ടുപോകും എല്ലാവരും കൂടെ. എന്നെ വിളിക്കരുത്, 2 ദിവസം കമ്പ്യൂട്ടറൊക്കെ എടുത്തിട്ട്. അങ്ങനെ പോഡ്കാസ്റ്റിന്റെ പരിപാടിയാണ് മറക്കുന്നത്. നമുക്ക് ഫുള്ള് തെളിവുണ്ടാവും, തെളിവോട് കൂടി കൊണ്ടുപോകും. അത് ഇവിടുത്തെ CCTV കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായാലും പുതിയ കണ്ടന്റുകൾ മാക്സിമം വരട്ടെ. പുതിയ കണ്ടന്റ് വരും. ഇനി വെറൈറ്റി പിടിക്കണം ഞാൻ വിചാരിച്ചാണ്. ഇപ്പൊ കൂടുതലും ബൈക്കിന്റെ അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്, ബൈക്കും ചെറിയ ട്രാവല്. അപ്പൊ അതൊക്കെ ഇനി ഒന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത്. ഭയങ്കര എക്സ്പെൻസ് ആണ്, നമ്മളെ കൈ നിൽക്കത്തില്ല. നമ്മള് വിചാരിക്കും ചുമ്മാ വീഡിയോ എടുക്കാൻ. ഇപ്പൊ ഒരു ദിവസം ഒരാഴ്ചയിൽ 5 വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ 10,000-10,000 രൂപ. അതെ, നമുക്ക് തന്നെ ഇവിടെ ഇന്ന് തന്നെ വന്നിരുന്നിട്ട് എന്തോന്നര സമയം വെറുതെ പോയി. പിന്നെ വൈഫൈ ചാർജ് ചെയ്യണം 500. എന്റെ അനിയനാണെങ്കിൽ ഉപയോഗിച്ച പൈസ പോലും തരത്തില്ല. ഷെയറുകളിൽ ചാർജ് ചെയ്യണം, എന്റെ ഫോൺ ചാർജ് ചെയ്യണം, ബൈക്കിൽ പെട്രോൾ അടിക്കണം, മെയിൻ്റെനൻസ് ചെയ്യണം, മോഡിഫിക്കേഷൻ ചെയ്യണം. ഞാൻ തന്നെ ഇടയ്ക്ക് വെച്ച് എന്റെ ബൈക്കിന് പാർട്ടൊക്കെ കട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് വന്നില്ലേ. അന്ന് എന്റെ 50 രൂപ കട്ട് ചെയ്യാൻ കൊടുക്കാൻ പോലും ഇല്ല, നമ്മളെ നിങ്ങളെ കൊണ്ട് തന്നത്. ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കും ഇവ സെറ്റാണ് പണി എന്നൊക്കെ കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിൽ പെട്രോൾ അടിക്കാൻ പോലും പൈസ വീട്ടിൽ കൊണ്ട് കയറ്റുന്ന വണ്ടി.
പിന്നെ അതൊരു എനിക്കൊരു ക്രൈസിന്റെ പുറത്ത് ചെയ്യുന്നത് അല്ല അതിന് വെച്ച് വരുമാനം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. പലതും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെന്താണ് അതിനോടുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളത് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, നമ്മളിപ്പോ ഇൻസ്റ്റയിൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും വിചാരം കമന്റ് ബോക്സിലൊക്കെ പെമ്പിളറൊക്കെ വന്ന് നിറയാണെന്നാണ്. പെമ്പിളറൊന്നും അല്ല, മൊത്തം കുണ്ടന്മാരാണ് കേരളത്തില്. ഞാനൊക്കെ ഇച്ചിരി വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ആറ്റിങ്ങൽ കൂട്ടക്കൊലപാതകം 11 മില്യൺ വ്യൂസ് കാണിച്ച വീഡിയോ. ഞാൻ കണ്ടില്ലായിരുന്നു. അതാ അത് ഞാൻ ആറ്റിങ്ങൽ കൂട്ടക്കൊലകം എന്ന് പറഞ്ഞ പറ്റൂ, ആറ്റിങ്ങൽ മാമ ഗ്രൗണ്ട് ഉണ്ട്, അകത്ത് എനിക്ക് അരച്ചിരുന്ന കേസ് എത്ര പേരെ കൊന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാരും കണ്ടുപിടിക്കും. അത് നോക്കുമ്പോൾ തറം ഫുള്ള് കോണ്ടന്റ് കവറുകള്. അപ്പൊ അത് കണ്ടിട്ട് കുറെ കുണ്ടന്മാര് മെസ്സേജ് രാത്രിയാകുമ്പോ വരും, കിടന്നോ ഉറങ്ങിയോ കഴിച്ചോ. എനിക്കിപ്പോ ആരും ഹായ് ഇടാൻ പറ്റുന്ന പേടിയാണ്. ഇവന്മാര് അതാണോ ഇവന്മാര് ഇതാണോ. പിന്നെ ചെലവന്മാരൊക്കെ ഒന്ന് ഈ കമ്പനിയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ചെലവന്മാർക്ക് ഞാൻ ബൈക്കിന്റെ അത് ഊരി കൊടുക്കണം ഇത് ഊരി കൊടുക്കണം, ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഞാൻ കലി വരും ചോദിക്കുമ്പോ തന്നെ. അപ്പൊ പെമ്പിൾ ഡ്രൈവ് മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. ഇതൊക്കെ പെമ്പിൾ ഡ്രൈവ് ചോദിച്ചിരുന്നു ഞാൻ പിന്നെ അങ്ങ് വെറുതെ വിട്ടേനെ, റിപ്ലൈ കൊടുത്തേനെ. ഇനി തൊട്ട് വരാൻ പോകുന്ന ഫുള്ള് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്. കേരളത്തിൽ ഇത്രയും ഫേക്ക് അക്കൗണ്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായി. ഈ മെസ്സേജ് ഒക്കെ ഫേക്ക് അക്കൗണ്ട് എന്ന്. എനിക്ക് ആ ഒരു റീൽ എനിക്ക് മൊത്തം ഇപ്പൊ 7000 ഫോളോവേഴ്സ് 6000 എത്ര ഉണ്ട്. അതിൽ 3000 ഫോളോവേഴ്സ് ഈ ഒരു വീഡിയോ നിന്നാണ് വന്നത്. ഞാൻ എപ്പോഴും ഈ ഫോളോവേഴ്സ് വരുമല്ലോ അപ്പൊ കുത്തി വെക്കും ഏത് റീലിൽ നിന്നാണ് വന്നത്. ഈ റീലിനാണെങ്കിൽ റിമൂവ് ഫുള്ള് ഫേക്ക് അക്കൗണ്ടും മെസ്സേജ് ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചീത്ത വിളിച്ചെനിക്കാണെങ്കിൽ വയ്യ. എത്ര ചീത്ത വിളിച്ചാലും വീണ്ടും ഉറങ്ങിയോ കിടന്നോ. ഒരുത്ത വന്നിട്ടുണ്ട് നോക്കിനെ, അടിക്കാൻ അറിയാമോ, എത്ര പേര് അടി അറിയാം. ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് കോള് വിളിച്ച് കൊടുക്കാൻ നേരത്തെ അപ്പൊ എടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അടി കാണിച്ചു കൊടുത്തേന്. അങ്ങനത്തെ കുറെ നമുക്കൊക്കെ ഇറങ്ങി നടക്കുന്ന കാര്യം ഭയങ്കര ടാസ്ക് ആണ് ഇവിടെ. നിങ്ങൾ സൂക്ഷിക്കണം. ഇവിടെ ഒറ്റയ്ക്കൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ പത്രത്തിൽ വരുന്ന ആളാ. നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ജ്യോതിന്റെ കാറിൽ എപ്പോഴും പോണേ. എന്തായാലും അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കുറച്ചുകൂടെ ഫേമസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കിണറ്റിനെ വിട്ടുന്ന വീഡിയോ നമ്മളെ പിടിച്ച് കറങ്ങുന്ന കസേര സെറ്റപ്പ് ചെയ്ത നമ്മളെ നെക്സ്റ്റ് വീഡിയോസിൽ അഭിനന്ദന ഒരു വലിയ താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മളെ വിളിച്ചോണ്ടെന്ന ജ്യോതിയാണെന്നെ വലിയ താങ്ക്സ് ഉണ്ട്. പിന്നെ എന്തിനുണ്ടെന്നാ പിന്നെ ഇനിയിപ്പം വേറെ ഒന്നുമില്ല. നമുക്ക് അവര് വിചാരിക്കും നമ്മള് പറഞ്ഞു പറയണമെന്ന് വിചാരിക്കുമല്ലോ. അതാണ്, നീ അങ്ങനെ പറയരുത് കേട്ടോ. അതല്ല അതൊക്കെ ഇതിലിട്ടോ. നമ്മള് നോർമൽ രീതിക്ക് നമ്മള് സ്ക്രിപ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇനി എന്ത് പറയാൻ. അങ്ങനെ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യട്ടത്. അപ്പൊ നമുക്ക് അതെന്നല്ലേ ഒരു കാര്യം പറഞ്ഞില്ല ഗൈസ്, എന്റെ ചാനലുണ്ട്. ഞാൻ അന്ന് ചുമ്മാ പറഞ്ഞതാണ്. ഇതിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും എനിക്ക് വേണ്ടത്. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എനിക്കൊരു വലിയ യൂസ് ആയിരിക്കും. അപ്പൊ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ മതി. ജെ കഴിഞ്ഞ് 3 ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ എന്റെ ചാനൽ വരും. ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ബൈക്കിൽ ഒരു പിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ എടുക്കുന്നതാണ്. എപ്പോഴും ആ സെറ്റപ്പിലൊന്നും അല്ല നടക്കുന്നതും. അപ്പൊ ജിതിന്റെ ചാനല് അതാണ്. എല്ലാവരും ഒന്ന് കയറി നോക്കുക. വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ടോക്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ബൈ.